നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ എന്നൊരു നേതാവിനെ 51 വെട്ടുവെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ കൊലയാളികൾ വിചാരിച്ചു ഇതോടെ ആ ശബ്ദം നിശബ്ദമായെന്ന്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ രമയിലൂടെ ടി.പി. ചന്ദ്രശേഖരൻ എന്നുള്ള പേര് വീണ്ടും കേരളം സംസാരിക്കാൻ തുടങ്ങി. അത് എതിരാളികളെ കൂടുതൽ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുകയാണ്. ഏതായാലും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയാൽ നിയമസഭയിൽ കെ രമ പറയുന്ന കാര്യങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങളും CPM-നെയും സർക്കാരിനെയും എന്തായാലും ചുട്ടുപൊള്ളിക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് മൂർച്ചേറിയ വാക്കുകളിലൂടെ ഇതിനു മുൻപും കെ രമ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിയമസഭയിൽ പറയാനിരുന്നത് എന്ന ചോദ്യത്തോട് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഏറെ വൈകാരികമായിട്ട് കെ രമ പ്രതികരിച്ചിരിക്കുകയാണ്. ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന അന്നത്തെ സംഭവങ്ങൾ സഭയിൽ പറയാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് രമ ഒരു മാധ്യമത്തോടാണ് പ്രതികരിച്ചിരിക്കുന്നത്. രമ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ എന്തായിരിക്കും സഭയിൽ എതിരാളികളെ വീഴ്ത്താൻ രമ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രശേഖരനെ എന്തിനു കൊന്നു എന്ന് ചോദിക്കുമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നത്? പകുതി കാഴ്ച നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ എന്തിനാണ് വെട്ടിനുറുക്കിയത്? ഒരച്ഛന് മകൻ അവസാനമായി ഒരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ, ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത വിധം മുഖം വികൃതമാക്കുന്ന തരത്തിൽ എന്തിനാണ് നിങ്ങൾ അത് ചെയ്തത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ചന്ദ്രശേഖരൻ ചെയ്തതെന്നും ചോദിക്കുമായിരുന്നു. പിന്നെ ചന്ദ്രശേഖരന്റെ ചോര കൊലയാളികളുടെയും കൊല്ലിച്ചവരുടെയും കുഴിമാടം വരെ എത്തുമെന്ന് മുഖത്തു നോക്കി പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ സഭയിൽ സംസാരിക്കുന്നത് ചന്ദ്രശേഖരൻ തന്നെയാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർന്നു വരുമെന്നല്ലേ പറയുന്നത്? ചന്ദ്രശേഖരന്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 10,000-കണക്കിന് മനുഷ്യർ ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷിയുടെ മുദ്രാവാക്യം സാർത്ഥമാക്കുന്ന നിമിഷമാണ് സഭയിൽ കാണാൻ കഴിയുന്നതെന്നും പറയുമായിരുന്നു. സാധാരണക്കാരുടെ പ്രതീക്ഷയായ കോടതി വിധി അട്ടിമറിക്കാനുള്ള നടപടികളാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിനെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് കാണുന്നത്. ഈ ഒരു വിഷയം ഈ സഭയിൽ എനിക്ക് തന്നെ അവതരിപ്പിക്കേണ്ടി വരുന്നു എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയാണ്. ഭർത്താവിനെ നഷ്ടമായിട്ട് നിരന്തരം സമരം നടത്തിക്കൊണ്ടിരിക്കുകയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ്. എന്നിട്ടും പ്രതികാര നടപടി പോലെ ഇപ്പോഴും തുടരുകയാണ്. കോടതി വിട്ടയക്കരുതെന്ന് പറഞ്ഞിട്ട് വിട്ടയക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമ്പോൾ ഇതെന്ത് ജനാധിപത്യമാണ്, എന്ത് നീതിയാണ് നടപ്പാക്കുന്നതെന്ന ചോദ്യം ചോദിക്കുമായിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ചന്ദ്രശേഖരനെ കൊല്ലില്ലെന്ന പൂർണ്ണ വിശ്വാസം ഇപ്പോഴുമുണ്ട്. മരിച്ചു കഴിഞ്ഞും കുലംകുത്തിയാണെന്ന് പറയണമെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെ പോലും അങ്ങനെ വിശേഷിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉരിക്കുമെന്നാണ് ഒരു പരിഹാസ ചിരിയോടെ സംസാരിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മനസ്സിലത് ആഗ്രഹിച്ചതാണെന്ന് വിശ്വസിക്കാൻ അതിൽ പരം തെളിവുകളൊന്നും എനിക്ക് വേണ്ട. ഏതായാലും വളരെ ശക്തമായ ഭാഷയിലാണ് ഇത്തരത്തിലൊരു അവസരം തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ രമ നിയമസഭയിൽ സംസാരിക്കാൻ പോകുന്നത്. രമയുടെ വാക്കുകൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിയാൽ അത് പല മുഖങ്ങളും വികൃതമാക്കപ്പെടും എന്ന ഭയം പലർക്കും ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാവാം പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള യാതൊരു നടപടികളും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി രമയെ നിശബ്ദമാക്കാൻ തിടുക്കം കാട്ടിയത്. ഏതായാലും പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ അത്തരത്തിലൊരു അവസരം കിട്ടുമ്പോൾ എല്ലാ പഴുതുകളും തുറക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും സത്യത്തിന്റെ ഭാഗത്ത് തന്നെയാണ്, അല്ലെങ്കിൽ സത്യം ജയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതികൾക്കുള്ള എല്ലാ പഴുതുകളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്.